നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിൻ, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനിനെ അടുത്തേക്ക് നിർത്തുന്നതാണ്. ഫയദഉ അലൈഹി കനഫഹു വയസ്തുറുഹു, അവന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മറയിടുന്നതാണ്. മറ്റു ജനങ്ങളിൽ നിന്ന് അല്ലാഹു അവനെ മറച്ചു പിടിക്കുന്നതാണ്. ഫയഖൂൽ, എന്നിട്ട് അല്ലാഹു പറയും, അതഅരിഫു ദംബ കദാ, നീ ചെയ്ത ഇന്ന തെറ്റ് അത് നിനക്കറിയില്ലേ? അതഅരിഫു ദംബ കദാ, നീ ഇന്ന ദിവസം ചെയ്ത ഇന്ന തെറ്റ് നിനക്കറിയില്ലേ? ചില ഹദീസുകളിൽ കാണാം, അവൻ ചെയ്തു പോയ ചെറിയ ചെറിയ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് ചോദിക്കും, നീ ഇത് ചെയ്തത് നിനക്കറിയില്ലേ? അവന്റെ ഹൃദയം ഭയം കൊണ്ട് നിറയുന്നത്, ഈ ചെറിയ തെറ്റുകൾ അല്ലാഹു എന്നോട് ചോദിക്കുന്നുണ്ട് എങ്കിൽ ഇനി വരാനിരിക്കുന്ന വലിയ വലിയ തെറ്റുകൾ അതിന്റെ കാര്യമെന്താണ്? എന്താണ് എനിക്ക് പറയാനുള്ള മറുപടി എന്ന ഭയം കൊണ്ട് അവന്റെ ഹൃദയം നിറയുന്നതാണ്. അവൻ പറയും, നഅം ഐ റബ്ബ്, അല്ലാഹുവേ, ഈ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഈ തെറ്റുകൾ എന്റെ അരികിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. ഹത്താ ഇദാ ഖററഹു ബിദുനൂബിഹി, അങ്ങനെ അല്ലാഹു അവൻ ചെയ്ത തെറ്റുകൾ അവന് കാണിച്ചു കൊടുക്കും, അവന് ബോധ്യപ്പെടുത്തി നൽകും. വറആ ഫീ നഫ്സിഹി അന്നഹു ഹലക്, ആ മനുഷ്യൻ അവൻ ഹൃദയത്തിൽ വിചാരിക്കുന്നത്, അവന്റെ മനസ്സിൽ അവൻ ചിന്തിക്കുന്നത് അവൻ തകർന്നുപോയിരിക്കുന്നു എന്നാണ്, അവൻ നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ പോവുകയാണ് എന്ന് അവന്റെ ഹൃദയത്തിൽ വിചാരിക്കുന്നതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് പറയും, സതർതുഹാ അലൈക ഫിദ്ദുനിയ, ഈ തിന്മകളെല്ലാം ഞാൻ ദുനിയാവിൽ നിനക്ക് വേണ്ടി മറച്ചു വച്ചിരുന്നു. വഅന അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്നേ ദിവസം ഈ തെറ്റുകൾ ഞാൻ നിനക്ക് പുറത്തു നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഗഫൂറാൻ ഗഫാറാൻ റഹ്മാനാൻ റഹീമാൻ. അവന്റെ മഗ്ഫിറത്തിന്റെ വലുപ്പം നോക്കൂ നിങ്ങൾ. ചെറിയ തിന്മകൾ അവൻ വിചാരിക്കും എന്റെ വലിയ തിന്മകൾ, അവൻ തിരിച്ചു ചോദിക്കും, അല്ലാഹുവേ, വലിയ വലിയ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവനോട് പറയും, സതർതുഹാ ലക ഫിദ്ദുനിയ, ആ തിന്മകൾ ദുനിയാവിൽ ഞാൻ നിനക്ക് വേണ്ടി മറച്ചു വെച്ച് നൽകിയതാണ്. വഅന അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്നേ ദിവസം ഞാൻ നിനക്ക് അവ പുറത്തു നൽകുന്നതാണ്. ഫയുഅതാ കിതാബ ഹസനാതിഹി, അവന്റെ നന്മകൾ രേഖപ്പെടുത്തിയ ഏടുകൾ അവന്റെ കയ്യിൽ നൽകപ്പെടും. ആ കിതാബിൽ, അവന്റെ പ്രവർത്തനങ്ങളുടെ ഏടുകളിൽ നന്മകൾ മാത്രമാണുള്ളത്. അവൻ ചെയ്ത തിന്മകൾ അല്ലാഹു മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വലത് കൈയിൽ ഗ്രന്ഥം ലഭിച്ചവൻ തന്റെ കുടുംബക്കാർക്കരികിലേക്ക് ചെന്നുകൊണ്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ എന്റെ കിതാബ് വായിച്ചു നോക്കൂ എന്നാണ്. എന്തുകൊണ്ടാണ് അവനത് പറയാൻ കഴിയുന്നത്? അവന്റെ തിന്മകൾ അതിലില്ല, അത് അല്ലാഹു മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ആ കിതാബ് അവന് നൽകപ്പെടുന്നതാണ്. വഅമ്മൽ കാഫിർ വൽ മുനാഫിഖൂൻ, എന്നാൽ അല്ലാഹുവിനെ നിഷേധിച്ചവർ, ശിർക്ക് ചെയ്തവർ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചവർ, വൽ മുനാഫിഖൂൻ, ഹൃദയത്തിൽ കപടത കൊണ്ട് നടന്നവർ, കപട വിശ്വാസികളായവർ, ഫയഖൂലുൽ അഷ്ഹാദ്, സാക്ഷ്യം വഹിക്കുന്ന മലക്കുകൾ അന്ന് വിളിച്ചു പറയും, ഹഉലാഇ അല്ലദീന കദബു അലാ റബ്ബിഹിം, ഇതാ തങ്ങളുടെ റബ്ബിന്റെ മേൽ കള്ളം കെട്ടിച്ചമച്ചവർ, അലാ ലഅനതുല്ലാഹി അലൽ ളാലിമീൻ, അതിക്രമം പ്രവർത്തിച്ചവർക്കുമേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് അവർ വിളിച്ചു പറയും. സഹോദരങ്ങളെ, ഏതിലാണ് ഉൾപ്പെടേണ്ടത്? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്ലിസിൽ 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു. ഒരൊറ്റ മജ്ലിസിൽ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു എനിക്ക് പുറത്തു നൽകണമേ. അവിടുന്ന് അത് പറഞ്ഞിരുന്നു എങ്കിൽ നമ്മൾ അതിന് എത്രമാത്രം ആവശ്യക്കാരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം അത് ലഭിക്കുന്നത് അതിൽ പ്രതീക്ഷ അർപ്പിച്ചവർക്കാണ്, അതിനുവേണ്ട പ്രവർത്തനം ചെയ്തവർക്കാണ്. ഈ ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അധികരിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തിന്റെ കാരണങ്ങളായി ദുനിയാവിൽ നിശ്ചയിച്ച പല കാര്യങ്ങളുമുണ്ട്. അവയെക്കുറിച്ച് അറിയുക എന്നത്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു, മൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇമാം ആമീൻ പറയുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ആമീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയുക, അതിനു മുൻപ് പറയാൻ പാടില്ല. മലക്കുകൾ അവർ ഇമാമിനോടൊപ്പം ആമീൻ പറയുന്നുണ്ട്. ആരുടെയെങ്കിലും ആമീൻ മലക്കുകളുടെ ആമീനിനോട് ചേർന്നു വന്നാൽ അള്ളാഹു അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു നൽകുന്നതാണ്. എന്തിനാണ് ഇത് പറഞ്ഞത്? ചില ആളുകൾ വിചാരിക്കും നിസ്കാരത്തിൽ ഇപ്പോൾ അത് അങ്ങനെ യോജിച്ചു പോയിട്ടുണ്ടെങ്കിലോ. അങ്ങനെയല്ല, ആമീൻ ശ്രദ്ധിച്ചു നിൽക്കുന്നതിന് വേണ്ടിയാണ്. നിസ്കാരത്തിൽ ചൊല്ലുന്നത് എന്താണ് എന്നത് ശ്രദ്ധിച്ചവന് മാത്രമേ ഈ പറഞ്ഞത് ലഭിക്കുള്ളൂ. അവന്റെ ആമീൻ മാത്രമേ ഇമാമിന്റെ ആമീനിനോട് യോജിക്കുള്ളൂ. എല്ലാവരും ചൊല്ലുമ്പോൾ ആ ഓളത്തിൽ അങ്ങ് ചൊല്ലിപ്പോകുക എന്നതല്ല. തിന്മകൾ, കഴിഞ്ഞുപോയ തെറ്റുകൾ അല്ലാഹു പുറത്തു നൽകാൻ കാരണമാകുന്ന ഒരു വാക്കാണ് ആമീൻ. അവരൊറ്റ വാക്കിന്റെ പേരിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു
മാ തഖദ്ദമ മിൻ ദംബി. ലൈലത്തുൽ ഖദ്റിന്റെ അരികിൽ അല്ലാഹുവിലുള്ള വിശ്വാസത്തോടുകൂടി പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ഒരാൾ രാത്രിയിൽ നിസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു നൽകപ്പെടുന്നതാണ്. ഇത് ചെറുപാപങ്ങളെക്കുറിച്ചാണ്. അവിടുന്ന് പറഞ്ഞു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും റമദാനിൽ ഈമാനോടുകൂടി പ്രതീക്ഷയോടുകൂടി നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകുന്നതാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇദാ അമിൽത സയ്യിഅതൻ ഫഅത്ബിഅഹാ ഹസന. നീ ഒരു തെറ്റ് ചെയ്താൽ ഉടനെ അതിനുശേഷം നീ ഒരു നന്മ ചെയ്യുക. ഒരു തെറ്റ് ചെയ്താൽ അതിൽ തുടർന്നു പോകരുത്, ഉടനെ ഒരു നന്മ ചെയ്യുക. അപ്പോൾ സഹാബികളിൽ ചിലർ ചോദിച്ചു, യാ റസൂലല്ലാഹ് അമിനൽ ഹസനാതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഒരാൾ പറഞ്ഞാൽ അത് നന്മയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ അഫ്ളലുൽ ഹസനാത്ത്. അത് നന്മകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നന്മയാണ്. ഒരു തിന്മ ചെയ്താൽ ഉടനെ ഒരു നന്മ ചെയ്യുക. തിന്മകൾ തിന്മകളിലേക്ക് നയിക്കുന്നതാണ്, നന്മകൾ നന്മകളിലേക്കും നയിക്കുന്നതാണ്. ഇന്നൽ ഹസനാതി യുദ്ഹിബ്ന സയ്യിആത്ത്. നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കാൻ നിശ്ചയിച്ചിട്ടുള്ള വഴികൾ നോക്കൂ നിങ്ങൾ, എത്രയധികമുണ്ട്. ഈ മാർഗങ്ങൾ സ്വീകരിക്കുക. അതിനെക്കുറിച്ച് അറിയുന്നത് അല്ലാഹുവിലുള്ള പ്രതീക്ഷ അധികരിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളിൽ ഒന്നാണ്.